ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇടയായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡ്രീം കാർ ഗൈസ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവീലിങ്ങും റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി സ്പെഷ്യലായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ആരും ഇല്ല ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ചെറുക്ക് ഓരോരോ തിരക്കുണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതാണൊരു വിഷയം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ കറൻറ്റ്ലി. അപ്പോൾ നമുക്ക് ഒത്തിരി സെറ്റപ്പ് ഒന്നും ഇല്ലാതെ നോർമലായിട്ടുള്ളൊരു റിവീലിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ വണ്ടി ഉണ്ട്. ഇന്നലെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി അടിപൊളിയാണ്. ഞാനൊരു ഒത്തിരി ആഗ്രഹിച്ചൊരു വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇനി ഒരു വണ്ടിയും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടി നമ്മുടെ സ്വന്തം ഗ്യാരേജിലാണ് കിടക്കുന്നത്. നമ്മുടെ എൽസി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ BM എടുക്കാൻ പോയ വീട്ടിൽ. അപ്പോൾ അവിടെ കിടപ്പുണ്ട് എൽസിയും BM കിടപ്പുണ്ട്. നമ്മുടെ ഇതല്ല ഗൈസ്, M5 BMൻ്റെ M5 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാം ഗൈസ്. അപ്പോൾ വേണ്ട വരുന്ന ഗൈസ് നമ്മുടെ വണ്ടി ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി M5 അല്ല ഗൈസ്, സോറി ഗൈസ്, M4 ആണ് ഗൈസ് വണ്ടി. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചൊരു വണ്ടിയാണ് ഗൈസ് ഇത്. അടിപൊളിയാണ്. എന്താ പറയുക, നല്ല പവറാണ് ഗൈസ് വണ്ടിക്ക്. ജസ്റ്റ് ത്രോട്ട് കൊടുത്താൽ അന്നേരം വണ്ടി പറക്കും. കിറ്റൊക്കെ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഹെഡ്ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട്, ഒരു ചേട്ടൻ തന്ന വണ്ടിയാണിത്, ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ അങ്ങനെയൊന്നും പറഞ്ഞ് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ഹാപ്പിയായി ഗൈസ്. അപ്പോൾ ഈ മിക്ക CPM കളിക്കുന്നവരുടെ ഒരു ഡ്രീം കാറായിരിക്കണം ഈ M4. എനിക്ക് ഡ്രീം കാറാണ് M4. ഒരു പക്ഷേ എനിക്ക് i7നേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു M4 തന്നെയാണ്. i7 എനിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഈ വണ്ടി കിട്ടിയ പിന്നെ 2-3 ഇതൊക്കെ കളിച്ചത് ഈ വണ്ടിയും കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഒരു ബ്ലൂ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ് ഗൈസ്. പിന്നെ ഇടയ്ക്കൂടെ ഒരു യെല്ലോ കളറ് ഉണ്ട് ഗൈസ്. സീറ്റ് മൊത്തത്തിലൊരു ബ്ലൂ കളറാണ്. ബ്ലൂ കളർ അടിപൊളിയാണ് ഗൈസ്. എന്താ പറയുക, എനിക്കിഷ്ടമാണ്. ബ്ലാക്കാണ് ഇച്ചിരി നല്ലതായിരുന്നു ഗൈസ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ വണ്ടി അടിപൊളിയാണ് ഗൈസ്. എന്നാണേലും നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ആണേലും ബാക്കിയുള്ള ബട്ടൺസ് ആണേലും എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഗിയർ നോബൊക്കെ കണ്ടില്ലേ, സെറ്റാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേക്കകത്ത് കണ്ടില്ലേ ഗൈസ്, വണ്ടിയുടെ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെനുവും വെഹിക്കിൾ സ്റ്റാറ്റസും സെറ്റിങ്സും ഡ്രൈവർ പ്രൊഫൈലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നോക്കി ചെയ്യാമല്ല. ഇപ്പോൾ വണ്ടി ഓവറോൾ പറയുകയാണെങ്കിൽ ഇതാണ് M4 എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതാണ് M4. അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് പോകാം ഗൈസ്. വണ്ടി എടുത്തല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് ഞാൻ ഓടിച്ചായിരുന്നു ഗൈസ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകാം. ഇവിടെ എന്താണേലും അടി തട്ടുമെന്നാണ് ഗൈസ് ഒരു പേടി. വണ്ടിയാണെങ്കിൽ കാല് കൊടുക്കുമ്പോഴേ പറക്കുക ഗൈസ്. അപ്പം നമുക്ക് പോകാം ഗൈസ്. തട്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. ഇതിനിടയ്ക്ക് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതുവരെ ഒരു തട്ട് പോലും തട്ടിയിട്ടില്ല വണ്ടി എടുത്തേ പിന്നെ. അതുപോലെയാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ എല്ലാ വണ്ടിയും തട്ടിയിട്ടുണ്ട്, ഇത് എടുത്തേ പിന്നെ ഒന്നും തട്ടിയിട്ടില്ല ഗൈസ്. ഇപ്പം അവിടെ എഡ്ജ് കയറിയേനെ, പക്ഷേ പെട്ടെന്ന് ഞാൻ മാറ്റി. ഇപ്പം ഗൈസ് വണ്ടി എടുത്തുള്ളതുകൊണ്ട് ഫുള്ള് ഫ്യൂവലങ്ങ് അടിക്കാം കേട്ടോ. നമ്മൾ എടുത്തതല്ലേ ഉള്ളൂ. അപ്പം വണ്ടിക്ക് ഫുള്ള് ഫ്യൂവൽ അടിക്കാൻ വേണ്ടി വണ്ടി പമ്പിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളടിക്കാം. ഡീസലിനൊക്കെ നല്ല വിലയായെന്ന് തോന്നുന്നു ഗൈസ്. ഒന്നും സാരമില്ല, മൊത്തം വണ്ടിയല്ലേ, ഫുള്ളടിച്ചിട്ടേക്കാം ഗൈസ്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്റ്റീറിംഗ് ആണ് ഗൈസ്. അപ്പോൾ അടിപൊളിയാണ്, സ്റ്റീറിങ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സ്റ്റീറിങ്. കണ്ടില്ലേ,
അത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. ഫുൾ ഓടിക്കുമ്പോഴാണേലും ആ ഒരു കൈ ഇങ്ങനെ മൂവ് ആവുന്നതൊക്കെ ഒരു അടിപൊളിയാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ പവറും അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ എത്രയാണ് നാലാമത്തെ ഗിയർ ആയപ്പോഴത്തേക്കും തന്നെ ഇപ്പം 5 ഗൈസ്, 200 അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചതാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നല്ല റണ്ടർ അടിക്കുന്നതുകൊണ്ട് വണ്ടി ഒത്തിരി അങ്ങനെ ചിലപ്പോൾ പോയി ഇടിക്കും ഗൈസ്, റണ്ടർ അടിച്ച് കഴിയുമ്പോഴത്തേക്കും. അതാണ് ഞാൻ പിന്നെ കൈ കുറച്ചത്. 200 അടിച്ചതാണ്, 200 അല്ല ഗൈസ്, 200 കൂടുതൽ അടിക്കും. പക്ഷേ ഞാൻ കുറച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ വള്ളിയാവും. ഗൈസ് ഫ്ലാഗൊക്കെ കിടന്ന് പറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കണം. ഇവിടെ ഒതുക്കാം ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ആ സ്റ്റീറിങ് തിരിയും തന്നെ അടിപൊളിയാണ് ഗൈസ്. ആ ലുക്ക് കണ്ടില്ലേ ഗൈസ്. അപ്പം നമുക്കൊരു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം ഞാൻ. വണ്ടിയുടെ ഒരു ഡ്രോൺ ഷോട്ട് ഗൈസ്. ഇതാണ് ഏതാ ഗൈസ് കിടക്കുന്ന നോക്ക്. ഏതാ ചുമത്തി സാധനം ഗൈസ്. എനിക്ക് തോന്നുന്നു ആ ടയറിന് അത്രയും എന്താ പറയുന്നത്, അത്രയും വീതി വേണമെന്ന് തോന്നുന്നു ഗൈസ്. ടയറിൻ്റെ വീതി നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. പിന്നെ കുറേ വർക്കുണ്ട് ഗൈസ് ഇതിൽ ചെയ്യാൻ. ഓൾറെഡി വർക്ക് പെൻഡിങ് ആണ്. അപ്പോൾ വണ്ടി കിട്ടിയ പാടെ ഒന്ന് റിവീലാക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, വണ്ടി ഒന്ന് പണിയണ ഗൈസല്ല. ലോഗോ വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ RM അല്ലാണ്ട് GM ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ഇടണേ ഗൈസ്. എനിക്ക് RM തരാനൊന്നും ഉള്ളതില്ല, വണ്ടിക്കില്ലെന്നല്ല, എൻ്റെ പൈസ ഇല്ല. അപ്പോൾ GM ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. കുറച്ച് ഡിസൈനാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നത് തൽക്കാലം ചെയ്യാം. പിന്നെ RM വല്ല പൈസ ഉള്ളപ്പോൾ നമുക്ക് RM വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് പൈസയ്ക്ക് RMന് വണ്ടി തരാൻ ഗൈസ്. അപ്പോൾ അതേ നിങ്ങൾ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് വാ കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി തന്നിട്ട് ചെയ്ത് വെച്ചാൽ മതി, പൈസ തരാം. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ഗൈസ്. വേറെ ഒന്നും പറയാനില്ല. എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗൈസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് തന്നെ നമ്മൾ ഗീവ് അവേ നടക്കും ഗൈസ്. ഗീവ് അവേ എന്ന് പറയുമ്പോൾ തന്നെ ഗീവ് അവേയുടെ ആ റീലിനകത്ത് ഒരു കമൻറ്റും ഇല്ല ഗൈസ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ വണ്ടി ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ആ വീഡിയോയ്ക്ക് തന്നെ എന്തുകൊണ്ട് 54 സംതിങ് വ്യൂസ് ഉണ്ട്. പക്ഷേ 54 അല്ല, സോറി ഗൈസ്, 254 വ്യൂസ് എങ്ങാനുണ്ട്. 300 അടുപ്പിച്ചായെന്ന് തോന്നുന്നു ഇപ്പം. അപ്പോൾ ഇത് വണ്ടി വേണ്ടവർ ജസ്റ്റ് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഗീവ് അവേയുടെ കാര്യം പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇത് കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് വിഷയം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.